ഇന്നത്തെ യാത്ര സൂരജ് ഹോളിഡേയ്സ്. ഇതിലായിരുന്നു ഡ്യൂട്ടി. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡ്രൈവറും ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഷവർമ കഴിക്കാമെന്ന് കരുതി ഇറങ്ങിയതാണ്. മുന്നോട്ട് പോയപ്പോൾ ഒരു ഷവർമക്കട കണ്ടു. അവിടെ 2 ഷവർമ 99 രൂപയായിരുന്നു. ഞങ്ങൾ 2 ഷവർമ ഓർഡർ ചെയ്തു. അത്യാവശ്യം വൃത്തിയുള്ള ഷവർമയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഷവർമ എത്തി. ഞങ്ങൾ ഷവർമ കഴിച്ചു. നല്ല ടേസ്റ്റുള്ള ഷവർമയായിരുന്നു. അത്യാവശ്യം ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഷവർമയും കഴിച്ച് വീണ്ടും ബസ്സിലേക്ക് യാത്രയായി. വീണ്ടും പാർക്കിങ്ങിലെത്തി ബസ് സ്റ്റാർട്ട് ചെയ്തു. നേരെ ഓഫീസിലേക്ക്. പുറത്ത് അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്തു. പാർക്കിങ്ങിൽ നിന്നും നേരെ ഓഫീസിലേക്ക്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം പാർക്കിങ്ങിൽ നിന്നും പുറത്ത് കിടക്കാൻ ബുദ്ധിമുട്ടി. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ നേരെ ഓഫീസിലേക്ക്. ഇന്ന് പാസഞ്ചർ കുറവായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും തിരൂരിലേക്കായിരുന്നു ബസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് യാത്ര ആരംഭിച്ചു. കുറച്ച് ട്രാഫിക്കിൽ ഞങ്ങൾ കുടുങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്രയായി. നേരെ രാത്രി കഴിക്കാറുള്ള ഹോട്ടൽ ലക്ഷ്യമാക്കിയായിരുന്നു യാത്ര. കാട്ടിലൂടെ ഞങ്ങളിങ്ങനെ യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങൾ സ്ഥിരമായി കഴിക്കാറുണ്ടായിരുന്ന അജിബ ഹോട്ടലിൽ എത്തി. അവിടെ വണ്ടി കുറവായത് കാരണം പാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നിറങ്ങി നേരെ ഹോട്ടൽ ലക്ഷ്യമാക്കി. അത്യാവശ്യം വൃത്തിയുള്ള ഹോട്ടലായിരുന്നു. അവിടെ നമ്മുടെ സുഹൃത്തും സൂരജ് ഹോളിഡേയ്സിൻ്റെ മാനേജറുമായ റഷീദ് ഭായ് ഉണ്ടായിരുന്നു. റഷീദ് ഭായ് ഞങ്ങൾക്ക് നല്ല ഫുഡ് കണക്കാക്കിയിരുന്നു. അവിടുന്ന് നല്ല ചപ്പാത്തിയും ചിക്കൻ കറിയും കബാബും ഒക്കെ കഴിച്ചു. നല്ല ചൂടുള്ള ചപ്പാത്തി, മടക്ക് ചപ്പാത്തിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് നേരെ തിരൂരിലേക്ക്. ഇനി അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കെ.